ശാന്തേച്ചി, നിങ്ങളെന്താ ഈ പാത്രം കഴുകുന്നത്? നിങ്ങൾ വരുമാനം എടുത്തു. ശാന്തേച്ചി, എന്റെ മേത്ത് വെള്ളം കോരി വെച്ച് ആ പാത്രം ഇപ്പൊ പൊളിഞ്ഞാനല്ലേ ശാന്തേച്ചി? വെള്ളം വീഴുന്ന ശേഷം ഒന്നും ആവൂലേ? ഒക്കെ ഇടുന്ന പറ്റുക, ഒക്കെ ഇടുന്നാലെന്നാന്ന് പണിയെടുക്കാനോ? അതുകൊണ്ട് ഓരോ എടുക്കുക. ആടെയാവുമ്പോ എന്നാന്ന് ഓക്കോളാകുമ്പോ എല്ലാം ചെയ്തു കൊടുക്കും. ഓക്ക് പെട്രോൾ കിടക്കുന്ന പോലെ ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ കിടന്ന് ഫോണും കുത്തിയിരിക്കാം. ഓള് പോയത് പോട്ടെന്ന് വിചാരിക്കാം. ആരാടെ വീട്ടിൽ നിന്ന് വന്ന പെണ്ണാന്നോള്. അതുപോലെയാണ് എന്റെ മോൻ. ഞാൻ 10 മാസം ചോന്ന് പെറ്റതല്ലേ ഓന. അതിന്റെ നന്ദി ഉണ്ടാവനി. തനിപ്പെങ്കോണ്ടേ ഓളെ പാവാട ചരടുമ്പോ തൂങ്ങിട്ട് ഓനും പോയില്ലേ? ഓളെ വാക്കും കേട്ടിട്ട് അതിലുള്ളൊരു പഴഞ്ചൊല്ലി പറയലുണ്ട്. എന്നാണ് എനിക്കറിയുക. അച്ചി വീട്ടില് പരമസുഖം, 10 ദിവസം കഴിഞ്ഞാല് പട്ടിക്ക് സമന്ന്. അതുപോലെ തന്നെ ആയിക്കോ എന്റെ അവസ്ഥ. അല്ല ശാന്തേച്ചി, നിങ്ങൾ മോള് വിളിക്കില്ലേ? ഓ, നീ അപ്പൊ ഈ ലോകത്തൊന്നല്ലേ? ഓ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ കുറെ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട്. ഓള് ഇടി ഉണ്ടേ, ഓളിപ്പോ ഇവിടെ തന്നെയാണ്. ആരുടെ അമ്മായിയമ്മ കൊള്ളൂലനെ. ഓളെ കൊണ്ട് ഒരു മുഷിട് പിടിച്ച തള്ളയാണത്. ഓളെ കൊണ്ടുള്ള പണി ചോറെടുപ്പിക്കും. എന്നിട്ടോ ഓക്കില്ലാത്ത കുറ്റവും ഇല്ല. ഓളിങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞ അടുക്കൊന്നും വേണ്ടാണ്. ആ കുരിശ് തള്ളേന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് എന്റെ പെണ്ണ ആടെ നിൽക്കാനാ. വരുമാനോ ഓന്റെ ആയൊന്നും പറയണ്ടേനെ. ഓലൊരു പാവം ചെക്കനാണ്. അതുകൊണ്ട് എന്നാന്ന് എന്റെ മോള് വന്നപ്പോ ഓനും കൂടെ വന്ന്. ഓലറിയാം സ്നേഹയിടേ കിട്ടൂന്ന്. കൊള്ള പെണ്ണുങ്ങളെ ന്യായം. മരുമോളും മോനെയും കൂട്ടി പോയപ്പോ പെങ്കോന്തൻ.